വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ സൈക്കിളാണ്. അപ്പോൾ നമ്മളത് OLX-ൽ സൈക്കിൾ കണ്ടിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെയാണ്. ഏകദേശം ഒരു 1000 രൂപ വില വന്നു. ബാക്കിലത്തെ ടയർ പഞ്ചറാണ്, അതൊക്കെ നമ്മളിപ്പോൾ ചവിട്ടാത്ത കണ്ട തള്ളിക്കൊണ്ടുവരികയാണ്. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകലായിരുന്നു സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വാട്ടർ സൈക്കിളാണ്. അപ്പോൾ അതിൻ്റെ പണികൾ നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്ന് തുടങ്ങാം അല്ലേ. അപ്പം നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ എത്തി. ഇതാണ് നമ്മുടെ സൈക്കിള്. ബാക്ക് സൈഡ് പഞ്ചറാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വെയിറ്റ് അത്യാവശ്യമുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണികൾ ചെയ്യണേക്ക് മുമ്പ് ജസ്റ്റ് നിങ്ങൾ സൈക്കിൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് സൈക്കിള്. ഇനിയപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം ഫ്രണ്ട്സ്. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നപ്പോൾ തന്നെ സൈക്കിൾ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഇത്തിരി ടൈം എടുക്കുന്ന വർക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കണ്ടോ, ഫ്രണ്ട് വീലില് നേരെ, അതായത് നമ്മുടെ വീലിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ഷാഫ്റ്റ് വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ നേരെ 2 കമ്പി നീട്ടി വെൽഡ് ചെയ്ത് വെച്ചു. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലത്തെ ഈ ഒരു കമ്പി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വാട്ടർ സൈക്കിള് പൊന്തി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ക്യാനാണ് യൂസ് ചെയ്യുന്നത്. ആ ക്യാൻ്റെ 2 എണ്ണം നമുക്ക് കണ്ടോ, ഒരു സൈഡിൽ 2 എണ്ണം ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഉണ്ട് കണ്ടോ. ഈ ഒരു സെറ്റപ്പ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട്, ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് 4 സൈഡിലാവുമ്പോൾ 8 ക്യാൻ നമുക്ക് വേണം. 8 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ക്യാൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ക്യാപ്പ് ഇല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടോ കുറച്ച് ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പ് ഇട്ട് അടയ്ക്കണം. നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് അടയ്ക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു. ക്യാപ്പ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി തീർന്നു. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നേരെ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ചുറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. അത് പലരും പല രീതിയിൽ ചെയ്ത വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഉണ്ടാവും. കുറേ രീതിയിലുള്ള വാട്ടർ സൈക്കിളുകൾ ചെയ്തതുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്യുകയാണ്. അതായത് മലയാളത്തിൽ ഇതുവരെ ആരും ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ വെയിറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ താങ്ങുമെന്നും നമുക്കൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്യാൻ ഇതുമ്പോൾ ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കണ്ട കേബിൾ ടൈ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 കേബിൾ ടൈ ലോക്ക് ചെയ്തു. അപ്പോൾ കറക്റ്റ് നീളം നമുക്ക് കിട്ടിയിരിക്കും. കണ്ട ഈ ഒരു നീളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ലോക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന 2 കമ്പിയിലാണ് നമ്മൾ നമ്മുടെ ക്യാൻ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൈ നമ്മൾ ഇതുപോലെ ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ, ഇപ്പോൾ നമ്മൾ കണ്ട ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ടൈ ചെയ്ത് വെക്കുകയാണ്. കേബിൾ ടൈ ആകുമ്പോൾ ഒരുവിധം നല്ല ബെല്ലും ഉണ്ടാവും. അതാണ് നമ്മൾ കേബിൾ ടൈ എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കയറിട്ട് വേണമെങ്കിൽ കെട്ടാട്ടോ, കുഴപ്പമൊന്നുമില്ല. കേബിൾ ടൈ ആകുമ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ ഇരുന്നോളൂ. നമുക്ക് വിശ്വസിക്കാം. കയറിനേക്കാൾ എനിക്ക് തോന്നി ഇത്തിരി ബെറ്ററാണ്. കെട്ട് നല്ലതാണെങ്കിൽ കയറ് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഇട്ടു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇതുകൂടി നമുക്ക് ടൈ ചെയ്ത് വെക്കാം. കേട്ടോ ഈ ഒരു ക്യാനോട് നമുക്ക് ടൈ ചെയ്ത് വെക്കാം. നമ്മുടെ 3ാമത്തെ സൈഡിൽ നമ്മൾ കെട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നത് PVC പൈപ്പ് വെച്ചിട്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ ക്യാൻ വെച്ചതിന് പകരം PVC പൈപ്പ് വെച്ച് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ PVC പൈപ്പിൻ്റെ റേറ്റ്, നമ്മൾ ഇത്രയും സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3000 രൂപയുടെ അടുത്ത് നമ്മൾ PVC പൈപ്പ് വാങ്ങിച്ച് പോകും. അപ്പോൾ നമ്മൾ ആക്രിക്കടയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 8 ക്യാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ 80 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 10 രൂപ വെച്ച് ഒരു ക്യാനിന്. അപ്പോൾ എത്ര രൂപ നമ്മൾ ലാഭിച്ചേ. അപ്പോൾ ക്യാൻ എടുത്തിട്ട് വന്നു. ആദ്യം നമ്മൾ വിചാരിച്ചത് PVC പൈപ്പിനായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു സൈക്കിളിന്ന്. അപ്പോൾ നമ്മൾ അവസാനത്തെ ക്യാനാണ് വെക്കുന്നത്. ഈ ക്യാനോട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാനുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി കേബിൾ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർ സൈക്കിളിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ സൈക്കിളിൻ്റെ വീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ ഇതുപോലത്തെ വീലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങില്ല. അപ്പോൾ നമ്മൾ ഈ വീലൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അതിന് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീലാണ് ശരിക്കും സൈക്കിളിന് വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ പണിയിലേക്ക് പോവാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുഞ്ഞൊരു സൈക്കിൾ, നമ്മുടെ കുട്ടികളുടെ സൈക്കിളിൻ്റെ വീലിലാണ് നമ്മൾ പണ്ടത്തെ ആ ഒരു ജലചക്രം ടൈപ്പ്, നമ്മൾ വെള്ളമൊക്കെ തേവാൻ ഉപയോഗിക്കുന്ന ഒരു ജലചക്രം ടൈപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീൽ സൈസ് നമ്മുടെ വലിയ വീലിൻ്റെ സൈസിന് തന്നെ എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം ഒരു 8 പങ്കായം നമ്മൾ കണ്ടോ ഇതേപോലെ വെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റത്തെയാണ്. ഇത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീലിൻ്റെ വർക്ക് കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ചവിട്ടാനുള്ള വീൽ ഉണ്ടാക്കിയെടുത്ത് ഇത് ഏകദേശം നമ്മൾ പഠിച്ചിട്ടില്ലേ ജലചക്രമൊക്കെ പണ്ട് വെള്ളം തേവാനൊക്കെ ഉപയോഗിച്ചായിരുന്നു. ആ ഒരു ജലചക്രത്തിൻ്റെ മോഡലിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഇത്തിരി വലിപ്പമുള്ള നല്ല പവറായിരിക്കും. പക്ഷെ നമ്മുടെ ആ സൈക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താത്ത കാരണം ഒരു ചെറിയ പരിമിതി ഉണ്ട്. നമ്മുടെ ഈ വീലിൻ്റെ ഈ ഒരു വണ്ണം വെച്ചിട്ടേ നമുക്ക് ഈ പട്ട അടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പം തന്നെ വരുന്നുണ്ട്. റിങ്ങിൻ്റെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ വീല് ഇതിലുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ ഇത് നമ്മുടെ സൈക്കിളിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ ചെയിനില്ലേ, അത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയിൻ സെറ്റ് ചെയ്തതിൽ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബോൾട്ട് ഇട്ട് മുറുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രൂ നല്ലോണം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ വീല് വെച്ചേക്കണതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റ് ആണെന്ന്. ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാട്ടർ സൈക്കിൾ നമ്മൾ വെള്ളം കാണിക്കാൻ പോവാണ്. ഇതൊക്കെണ്ട. ഓക്കെ, വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ മുങ്ങിയൊന്നും പോയിട്ടില്ല. അതെ, അടിപൊളിയായിട്ട് പൊങ്ങി കിടക്കണ്ട നമ്മുടെ സൈക്കിള്. ഇത് നമുക്ക് ഇതിൽ കയറി ഇരുന്ന് നോക്കാം എന്താ അവസ്ഥ. എന്റെ പുറമൊട്ടൊന്നും അറിയണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൈക്കിളേ ടൈ പൊട്ടിപ്പോയി. അതുകൊണ്ട് കണ്ട വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് പണി പാളി. അപ്പോൾ എന്തായാലും നമ്മൾ തളരണില്ല, നമ്മൾ ഒന്നുകൂടി ചെയ്യും. ഇത് സക്സസ് ആവണ വരെ നമ്മൾ ചെയ്യും. ഓ, വെള്ളം ഒറ്റയ്ക്ക് ആനന്ദം നിൽക്കല്ലേ, ഒക്കെ പൊട്ടിപ്പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ 2 ടൈയാണ് ആക്കി ഇട്ടിരുന്നത് ഒരു ക്യാനിന്. അപ്പോൾ നമ്മളിന്ന് ടൈയുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരു 5 ടൈയൊക്കെ വെച്ച് ഒരേ ക്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് നമ്മുടെ സൈക്കിളിൽ ഇറക്കി. അപ്പോൾ നമ്മളിതിൻ്റെ സൈക്കിളിൽ കയറാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈയുടെ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. ഓക്കെ, കയറുന്നപ്പോൾ ഒന്നും പ്രശ്നമില്ല. ചവിട്ടി പോവാം നമുക്ക്. നമ്മളിത് സൈക്കിൾ ചവിട്ടി പോവാണ്. ശരിക്കും ആ ഒരു ത്രില്ലിങ്ങിലാണ് ഞാൻ. അതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലും സംസാരിക്കാതെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യം തന്നെ പോയപ്പോൾ വിചാരിച്ചത് പണി വാങ്ങിയതാണ്. പക്ഷേ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണ്ട, നല്ല കംഫർട്ട് റൈഡിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം ആ വെള്ളം തെറിക്കുന്ന കുഞ്ഞ് ചെയ്യായിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് നമ്മളൊന്ന് ചെറുതായിട്ട് ഗാഡി വെച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. കണ്ടോ, അടിപൊളിയായിട്ടാണ് നീങ്ങുന്നത്. അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. നമ്മൾ അധികം എഫേർട്ട് എടുക്കേണ്ട വരുന്നുണ്ട്. അല്ലേ, അത് നമ്മൾ കഴിച്ച സൈക്കിളായിട്ട് പോലെ ചവിട്ടിയാൽ മതി. ചവിട്ടുപാരം വലിയ ഏറിയിട്ട് വരുന്നില്ല. പക്ഷെ നമുക്ക് വളയ്ക്കുന്ന കാര്യത്തിൽ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നോടത്തേക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു മൈനസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അധികം സ്പീഡിൽ ചവിട്ടണമെന്നില്ല. പയ്യെ ചവിട്ടിയാലും ഇങ്ങനെ പയ്യെ നമുക്ക് പോകാൻ പറ്റും. കേട്ടോ, പാട്ട് പാടിയൊക്കെ പോവാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗോപ്രോ പിടിച്ചിറങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസുകളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്താ അടിപൊളിയാണ്. നമ്മുടെ ബാക്കിൽ നല്ലോണം വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ മഡ് ഗാർഡ് പോലെ ഒന്നും വെച്ചില്ല, അതോടെ നോക്കണ്ട. നല്ലോണം ചവിട്ടുമ്പോൾ ബാക്കിൽ നിന്ന് മഴ വീഴണ പോലെയാണ് വെള്ളം വീഴുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ എൻജിൻ സെക്ഷൻ വരുന്നത്. അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടിപൊളി. അടിപൊളി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വാട്ടർ സൈക്കിൾ ഉണ്ടല്ലേ, നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും അത് നമ്മൾ പോരായ്മ തീർത്ത് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ ഈ ടാങ്ക് കെട്ടിയ ടൈയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു, അത് തീർത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ രണ്ട് പോരായ്മ എന്ന് പറയുമ്പോൾ, വളയ്ക്കുന്ന കാര്യത്തിൽ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇത്തിരി നല്ലൊരു സെറ്റപ്പ് ചെയ്യാമായിരുന്നു അതിൽ. പിന്നെ വെള്ളം തെറിക്കുന്നതിന് നമ്മളൊരു ഗാർഡ് വെക്കേണ്ടതായിരുന്നു. അതാണ് രണ്ട് കുറവായിട്ട് തോന്നിയത്. അതെല്ലാം നമ്മൾ പതിയെ ചവിട്ടുകയാണെങ്കിൽ വെള്ളം തെറിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. അയ്യോ, മോളിൽ കയറൂല.